Welcome to Account Academy. My dear students and friends, today I am going to take what is meant by trial balance. We know that the arithmetical accuracy of our books of accounts is enjoyed through the double entry system of accounting. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം മുതൽ എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഫോർ ദ ഈക്വൽ എമൗണ്ട്. അതായത് ലെഡ്ജർ അക്കൗണ്ട്സിലെ ഓരോ ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് വന്നതാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻ ദാറ്റ് സെൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഡെബിറ്റ് ബാലൻസസ് in the ledger accounts will be equal to the total value of credit balances in the ledger accounts or vice versa. ഇങ്ങനെയാണ് അത് നേരെ മറിച്ചും. അതായത് നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടുകളുടെ എല്ലാ ടോട്ടൽ ബാലൻസും എല്ലാ ബാലൻസുകളും, അതായത് ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയിരിക്കും? ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് ബാലൻസസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഓഫ് ദ ക്രെഡിറ്റ് ബാലൻസ്. കാരണം എന്താണ്? നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് ത്രൂ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അവിടെ ഉണ്ടാവും. ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രെഡിറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ടോട്ടൽ ലെഡ്ജർ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിലും നമുക്ക് എന്തുണ്ടാവും? ഈ ടോട്ടൽ വാല്യൂ ഓഫ് ഡെബിറ്റ് ബാലൻസസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഓഫ് ദ ക്രെഡിറ്റ് ബാലൻസസ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇഫ് യു ടേക്ക് ദ ബാലൻസസ്, if you take the total of, or if you take the list of balances, debit balances as well as credit balances, and it is separately shown in different columns. Debit balances will be shown on the one column and the credit balance will be shown on the other column, and if you total it, that should be equal. That list is called what? Trial balance. So we can say, in short we can say that trial balance is a list of balances of accounts and cash book. അക്കൗണ്ട്സ് ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ മാത്രമല്ല നമ്മൾ എടുക്കുക, ക്യാഷ് ബുക്കിൻ്റെ കൂടെ എടുക്കും. ക്യാഷ് ബുക്കിൻ്റെ മിക്കവാറും സാധ്യത ഇൻ പ്രാക്ടിക്കൽ സെൻസ് ക്യാഷ് ബുക്ക് നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് അല്ല. ദാറ്റ് ഈസ് എ സബ്സിഡിയറി ജേണൽ, ഒരു സബ്സിഡിയറി ജേണൽ ദാറ്റ് വി വിൽ ലേൺ. ഇത് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് ജേണൽ സബ്സിഡി ക്യാഷ് ബുക്കും റിക്കൺസിലിയേഷൻ, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമാണ്. അപ്പോൾ ഇത് ആ ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ട് അല്ല. സാധാരണഗതിയിൽ പ്രാക്ടിക്കൽ സെൻസിൽ പ്രിപ്പയർ ചെയ്യുക ക്യാഷ് ബുക്ക്, നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നൊക്കെ പറയും, ബാങ്ക് കോളം വിത്ത്. അപ്പോൾ ആ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും ലെഡ്ജർ അക്കൗണ്ടുകൾ, മറ്റു ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസും കൂടെ എടുത്താൽ ആ ലിസ്റ്റുകളുടെ അതിൻ്റെ ലിസ്റ്റാണ് എന്ന് പറയുന്നത് നമുക്ക് ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ബാലൻസസ് സ്റ്റാൻഡിങ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് എ ഫേം അറ്റ് എ ഗിവൺ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഉള്ള അക്കൗണ്ടുകളുടെ ബാലൻസുകളെ എടുത്തിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ്? രണ്ട് കോളത്തിൽ ഡെബിറ്റ് ബാലൻസസ്, ഡെബിറ്റ് കോളത്തിൽ ക്രെഡിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് കോളത്തിൽ. അങ്ങനെ ആക്കുമ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എന്താ വരേണ്ടത്? ദാറ്റ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ എൻഷുർ ദാറ്റ് ദർ ഈസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. അവിടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യാം. അതാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതൊരു സമ്മറിയാണ്, അക്കൗണ്ടുകളുടെയൊക്കെ സമ്മറിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആ സമ്മറി അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാകും? നമുക്ക് ഈ പറയുന്ന തരത്തിൽ ടോട്ടൽ കറക്റ്റ് ആകുമ്പോൾ, ടാലി ആകുമ്പോൾ, വെൻ ദ ട്രയൽ ബാലൻസ് എഗ്രി, വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. അതുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടൻസ് വെൻ ദ ട്രയൽ ബാലൻസ് എഗ്രീസ്, അക്കൗണ്ടൻസ് ഹീവ് എ സൈ ഓഫ് റിലീഫ്. എന്താ? അക്കൗണ്ടൻസിനൊരു ആശ്വാസം ഉണ്ടാകും. എങ്ങനെ? കാരണം എന്താണ്? ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ്
having posted the entries in the ledger correctly. പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എൻട്രികളൊക്കെ കറക്റ്റായിട്ടാണ് ഒരു വിശ്വാസം അക്കൗണ്ടൻസിന് ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ടാണ് അവർക്ക് ഇത് ട്രയൽ ടാലി ആകുമ്പോൾ ഒരു ആശ്വാസം മനസ്സിലുണ്ടാവുക. പക്ഷെ ഒരു കാര്യമുണ്ട്, വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ആക്യുറസി. ഇതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ. കാരണം ഇഫ് ദർ ഈസ് എ കംപ്ലീറ്റ് ഒമിഷൻ, ഇഫ് ദർ ഇസ് ഒരു കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ടാവുകയാണ്, അതായത് ഒരു ട്രാൻസാക്ഷൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഒമിറ്റഡ്, ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് വിൽ നോട്ട് അഫക്റ്റ് ട്രയൽ ബാലൻസ്. അത് ട്രയൽ ബാലൻസിനെ നമുക്ക് അഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയാലും വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് മിസ്റ്റേക്ക്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ട്രയൽ ബാലൻസ് ടാലി ആവുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അരിത്മെറ്റിക്കിൽ എൻട്രി പോസ്റ്റ് ചെയ്തതിലൊക്കെ മിസ്റ്റേക്ക് ഒന്നുമില്ല നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് എ ഗിവൺ ഡേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ഡേറ്റിൽ വാട്ട് ഈസ് ദ ബാലൻസ്, വെദർ ഇറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, അത് ആ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും നമ്മൾ നോട്ട് ചെയ്യുക. ഇതിന് നെയിം ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. നമ്മൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും എഴുതുക. ക്യാപിറ്റൽ നമുക്ക് അറിയാം, ക്യാപിറ്റൽ എപ്പോഴും കാണിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ക്രെഡിറ്റ് സൈഡിൽ. അതേപോലെ ഡ്രോയിങ്സ് അറിയാം നമുക്ക്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ the amount withdrawn by the proprietor, the entrepreneur, from his capital, from this organization, that is called drawings. That will show debit balance. Okay. Cash in hand, we know that it's an asset. Cash account always will show, cash book always will show debit balance. Okay. Cash at bank, that is also will show debit. Sometimes cash, as far as bank account is concerned, if there is overdraft facility, then it will show credit balance as far as bank account is concerned. Then purchase, that will show debit balance. Wages, it is an expenditure, debit balance. Salaries, it is also expenditure. Sales, we know that it will show credit balance. Creditors, credit balance. Debtors, asset, debit balance. Furniture, asset, debit balance. If you total it, 2 lakhs, we can say that from this we will understand that there is arithmetical accuracy in this case. But if a particular item has been completely omitted, for example, we can say that this organization had purchased on credit from a particular person. ഒരാളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, but that has not been accounted. That entry was omitted. Even though it be so, what would be? This would tally. But we can say that whether it is correct or not. If such a question arises, at that time we will say that, but no, it is not correct. There is an omission എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ട്രയൽ ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ അതെപ്പോഴും ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകളെ എടുത്ത് നമ്മൾ ലിസ്റ്റ് ആക്കുന്നു. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സമ്മറൈസിങ് ആക്ടിവിറ്റി. അത് നമ്മൾ എടുക്കുന്നു. നമ്മളെങ്ങനെ കാണിക്കുന്നത്? ഇൻ എ സെപ്പറേറ്റ് കോളം, ഡെബിറ്റ് ഐറ്റംസ് വിൽ ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് ഐറ്റംസ് വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ. ദേ ബോത്ത് സൈഡ്സ് ഷുഡ് എഗ്രി. നമുക്കറിയാം രണ്ട് സൈഡും എഗ്രി ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ഇത് ട്രയൽ ബാലൻസ് പറയുമ്പോൾ നമുക്കറിയാം, ട്രയൽ ബാലൻസ് നമുക്ക് ഈ അരിത്മെറ്റിക്കൽ ആക്യുറസി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു ഫംഗ്ഷൻ അവിടെയുണ്ട്. എന്താണ്? നമുക്ക് അക്കൗണ്ടൻസിയിൽ പ്രധാനപ്പെട്ടൊരു ഒബ്ജക്റ്റ് നമുക്ക് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്, profit earned by the organization or the loss sustained by the organization, and we have to know what the financial position of the organization. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക? We will understand such things by preparing final accounts. For preparing final accounts, this is a base. What? This trial balance is a base. So we can say that
ട്രയൽ ബാലൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് prepared prior to the preparation of what? ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ട്രയൽ ബാലൻസ് ടാലി ആയാൽ നമുക്ക് ഒരു ആശ്വാസമുണ്ടാകും. എന്തുകൊണ്ട്? ഇഫ് ഇറ്റ് എഗ്രീസ്, ഇഫ് ദ ട്രയൽ ബാലൻസ് എഗ്രീസ്, വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. But at the same time, we have to remember one thing, that it is not a conclusive proof of accuracy. കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ആക്യുറസി. ആക്യുറസിയുടെ ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഒന്നും അല്ല ഇത്. എങ്ങനെ ട്രയൽ ബാലൻസ് ടാലി ആവുക എന്നുള്ളത്, അത് തീർച്ചയായിട്ടും ഏതെങ്കിലും നമുക്ക് പിന്നീട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പഠിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, കുറേ ഐറ്റംസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ചെയ്യുന്ന സന്ദർഭത്തിൽ കണ്ടുപിടിക്കപ്പെടാതിരുന്ന ചില കാര്യങ്ങൾ അഡീഷണലായിട്ട് വരുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ മിസ്റ്റേക്ക് ആവാം. അതൊക്കെ എടുക്കുവാൻ വേണ്ടി ടു ടേക്ക് ഓൾ ദീസ് തിങ്സ് ഇൻ ടു കൺസിഡറേഷൻ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡു അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ഞാൻ ഈ ട്രയൽ ബാലൻസ് എന്താണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വി വിൽ ലേൺ വാട്ട് ഈസ് ക്യാഷ് ബുക്ക് ആൻഡ് വാട്ട് ഈസ് ബാങ്ക് റിക്കൺസിൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് സബ്സിഡി ജേണലിൽ ആ ഒരു ആയിട്ട് മാത്രമാണ് ഞാൻ പഠിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫൈനൽ അക്കൗണ്ട്സിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വി ക്യാൻ സീ. ഓൾ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് നമ്മൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.